മേഖലകളിൽ പലയിടങ്ങളിലും 90% മുകളിലേക്ക് പോലും പോളിംഗ് ശതമാനം കടന്നിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇതെല്ലാം SIRന്റെ ഒരു സവിശേഷത കൂടിയാണ്. വോട്ടർമാർ കൃത്യമായ ലൈവ് വോട്ടർമാർ മാത്രമാണ് ഇത്തവണത്തെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. നേരത്തെ ഇല്ലാതിരുന്ന വോട്ടർമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള വോട്ടർ പട്ടികയായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അതിനാൽ തന്നെ SIRന്റെ പ്രതിഫലനം ഈ പോളിംഗ് ശതമാനം കൂടിയതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് ഏത് മുന്നണിയെ സഹായിക്കും, ഏത് മുന്നണിക്ക് എതിരാകും എന്ന കാര്യത്തിൽ അങ്കലാപ്പ് തന്നെയാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നത്. ആലപ്പുഴയിൽ 74.74% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് 77.63% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ 5 മണിവരെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കോഴിക്കോട് ജില്ലയിലാണ്, 77.63%. മലാപ്പറമ്പ് സ്കൂളിന് മുന്നിൽ MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, ആ ബൂത്തിൽ പോളിംഗ് അവസാനിച്ചോ അതോ കൂടുതൽ വോട്ടർമാർ ക്യൂവിലുണ്ടോ? സൗത്ത് മണ്ഡലത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും വന്നിരുന്നുവല്ലോ കള്ള വോട്ടിനെ കുറിച്ച്. അത് പിന്നീട് പരിഹരിച്ചോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? മഞ്ജുഷ്, കോഴിക്കോട് ജില്ലയിലെ പോളിംഗ് ഏതാണ്ട് സമാധാനപരമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 5:30 ഏറ്റവും ഒടുവിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് 77.63% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയാം, അവസാന കണക്ക് വരുമ്പോൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും 80%-ലധികം പോളിംഗ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവാൻ കഴിയുന്നത്. ഇപ്പോൾ പലയിടങ്ങളിലും പോളിംഗ് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ തീരദേശ മേഖലയിലെയും മലയോര മേഖലയിലെയും ചില ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് ബൂത്തിനുള്ളിൽ ആളുകളുണ്ട്. അവർ കൂടി വോട്ട് ചെയ്യാനുള്ള അവസരം നൽകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലാപ്പറമ്പ് GUP സ്കൂളിലാണ്. ഇവിടെ നടൻ ജോയി മാത്യു ആണ് അവസാന ആളായി നമ്മൾ നിന്ന ആ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. പുറത്തുനിന്നും ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. സമാനമായ അവസ്ഥ തന്നെയാണ് നഗരത്തിലെ മറ്റ് പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വടകര 76%-ലധികം പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി എന്നിവിടങ്ങളിലെല്ലാം 76%-ലധികം പോളിംഗ് ഇതിനകം രേഖപ്പെടുത്തിയിരിക്കുന്നു. പേരാമ്പ്രയിൽ 80%-ലധികം പോളിംഗ് ആണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമുക്കറിയാം TP രാമകൃഷ്ണൻ LDF കൺവീനറും ഫാത്തിമ തെഹ്ലിയും തമ്മിലുള്ള പോരാട്ടം സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും ആ ആവേശത്തിന് ഉതകുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വോട്ടർമാരുടെ എണ്ണം അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ബാലുശ്ശേരി പോലുള്ള പേരാമ്പ്രയോട് ചേർന്ന ഇടങ്ങളിലും 80%-അടുത്തേക്ക് പോളിംഗ് വന്നിരിക്കുന്നു. നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് എന്നിവിടങ്ങളിൽ ഏതാണ്ട് 77%-ലധികം വന്നിരിക്കുന്നു. അവിടെയും 80%-അടുത്തേക്ക് പോളിംഗ് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബേപ്പൂർ മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലമായിരുന്നു. അവിടെ PV അൻവറും മുഹമ്മദ് റിയാസും തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലം. അവിടെ 79%, അതായത് അവിടെയും 80-83%-ലേക്ക് പോളിംഗ് നീങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണയും ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ ഇടങ്ങളിലൊന്ന് കുന്നമംഗലമായിരുന്നു. അവിടെ ഇത്തവണയും 80%-ലധികം കടന്നിരിക്കുന്നു. കൊടുവള്ളി, തിരുവമ്പാടി എന്നിവിടങ്ങളിലൊക്കെ 80-ലേക്ക് എത്തുമെന്ന കണക്കൂട്ടലാണുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ജില്ലയിൽ 77.78% 2021 ഉണ്ടായിരുന്നത്. അന്ന് കോഴിക്കോട് നഗരഹൃദയങ്ങളിൽ ഏതാണ്ട് 74-75%, ബേപ്പൂർ അടക്കമുള്ള ഇടങ്ങളിൽ 78% പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണയും കുന്നമംഗലത്തായിരുന്നു 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയ സ്ഥലം. പേരാമ്പ്രയിൽ 80.17% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എന്നാലും ഇത്തവണ ഈ റെക്കോർഡുകളെല്ലാം കഴിഞ്ഞ തവണത്തെ തകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം റിഫൈൻഡായ അല്ലെങ്കിൽ വളരെ ശുദ്ധീകരിച്ച ഒരു പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോളിംഗ് നടന്നത്. ലൈവായ വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അന്തിമ കണക്കുകൾ വരുമ്പോൾ 83-84%-ലേക്കൊക്കെ കോഴിക്കോട് ജില്ലയിലെ വോട്ടിംഗ് ശതമാനം ഉയരുന്നതിന് തന്നെയാണ് ഇപ്പോൾ അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാ ജില്ലകളിലും ഏതാണ്ട് അവരുടെ അവകാശമല്ലേ, നിങ്ങൾ പറഞ്ഞവർ ചോദിച്ചോട്ടെ. അവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരൊന്ന് വോട്ട് ചെയ്തോട്ടെ. അങ്ങനെ പറ്റില്ല. അവരുടെ അകത്ത് വന്നിട്ട് പോയതാണ്. അല്ല, അവര് പറഞ്ഞു വെച്ചതല്ലേ സാറേ, അവര് അകത്തുനിന്ന് പറഞ്ഞു വെച്ചതാണല്ലോ. അതാണ് സാറേ, അവര് എന്തിനാ പറഞ്ഞു വെച്ചത്? അപ്പോ അവർക്ക് അവരുടെ ഒരാളുടെ അവർ തന്നെ അഹിംസെടുക്കുന്നത്. അവിടെ അവകാശം കൊടുക്ക്. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പിന്നെ എന്തിനാണ്? എന്താ സാറേ, നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പറ്റാത്തെന്ന് പറയാം. അവരുടെ അവകാശമല്ലേ, അവരുടെ അവകാശത്തെ നിങ്ങൾ ഇല്ലാതാക്കിയല്ലേ സാർ? ഓക്കെ, ശരിയാണ്. ID കാർഡ് നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റില്ല? അതെന്താണ് സാറേ ന്യായം? അതെന്താണ് സാറേ ന്യായം?
എന്താണ് ഇങ്ങനെ അവിടെ അവകാശം ഇല്ലാതാക്കുക തിരുവനന്തപുരം ഭീമാപള്ളിയിലെ ഒരു ബൂത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇവിടെ വൈകി എത്തിയ ഒരു വോട്ടർ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഈ വോട്ടർ എത്തിയതാണ്, പക്ഷേ ID കാർഡ് ഇല്ലാത്തതിനാൽ എടുത്തുകൊണ്ട് വരാൻ പോയി തിരിച്ചു വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. പക്ഷേ വോട്ട് ചെയ്യാൻ സാവകാശം വേണമെന്നാണ്, വോട്ട് ചെയ്യാൻ അനുവദിക്കണം എന്നാണ് വോട്ടർ ആവശ്യപ്പെട്ടത്. പക്ഷേ അവിടെ ഗേറ്റ് അടച്ചു കഴിഞ്ഞു. നിങ്ങളെ ഭാര്യമാർ വന്ന് ഇങ്ങനെ ചെയ്യോ? നിങ്ങളെ കുട്ടികൾ വന്ന് ഇങ്ങനെ ചെയ്യോ? സുഖമില്ലാത്ത ഒരു കൊച്ചിനെ കൊണ്ട് വന്നിട്ട് ID കാർഡ് എടുക്കാൻ വേണ്ടി വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് കാണാൻ ചെയ്യാൻ ഇതെന്താണ് സാർ? ഇവിടുത്തെ ഉദ്യോഗത്തിന്റെ പേരെന്താണ്? ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാം. റിട്ടേണിംഗ് ഓഫീസർ ഭയങ്കര അലമ്പാണ് സാർ ഇത് ചെയ്യുന്നത് അവരിപ്പോഴും അകത്ത് തിരിച്ച് ID കാർഡ് എടുത്ത് 6:02 തിരിച്ചു വന്നു. അവര് പറഞ്ഞിട്ടാണ് കേട്ടിട്ട് അവരിൽ വോട്ടിടാമെന്ന് അവരുടെ കുറിച്ച് ചോദിക്കണം. ജനപ്രതിനിധിയാണ്. ഹലോ, കൗൺസിലറാണ്. കൗൺസിലർ ഇത് കൗൺസിലറാണ്. ഭീമാപള്ളിയിലെ കൗൺസിലറാണ്. സാറേ സാറേ വരണം. ഇല്ല നമ്മളെ സാറേ സാർ ഡ്രൈവറല്ല സാറേ. സാറേ പറഞ്ഞു സാറേ. അവർ സമയം തെറ്റി വന്നെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു. അവരെ പുറത്തു കൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങളെ ഒരു കൗൺസിലർ വിളിക്കാണ്. ഭീമാപള്ളി കൗൺസിലറാണ്. സാർ സാർ ഹലോ, എന്താണ് സാർ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.